തങ്ങൾ ബലം പ്രയോഗിച്ച് തുറക്കാൻ പോവുകയാണ്. 2, തങ്ങൾ നെയ്റ്റോ പങ്കാളികളുടെ സഹകരണം തേടുന്നു. 3, ചൈനയ്ക്കും റഷ്യക്കും ഉൾപ്പെടെ ഞങ്ങളോട് സഹകരിക്കാം. 4, ഹോർമോസ് കടലിൽ ആരുടെയും സഹായമില്ല എങ്കിലും ഞങ്ങൾ ഏകപക്ഷീയമായി ബലം പ്രയോഗിച്ച് തുറക്കും. 5, ഹോർമോസ് ഞങ്ങളുടെ വിഷയമല്ല, കാരണം ഇത് ചൈനയും റഷ്യയും ജപ്പാനും ഒക്കെ ഉപയോഗിക്കുന്ന പാതയാണ്, ഞങ്ങൾക്കതിൽ വലിയ യാതൊരു താല്പര്യമൊന്നുമില്ല, നിങ്ങളായി നിങ്ങളുടെ പാടായി എന്ന് പറഞ്ഞുകൊണ്ട് കൈയൊഴിയുന്ന ട്രംപ്. 6ാമത്തെ ഭാഗത്ത് പറയുന്നു, ഹോർമോസ് നിങ്ങൾ അടയ്ക്കുകയാണെങ്കിൽ 48 മണിക്കൂറിനുള്ളിൽ തുറന്നു തന്നില്ല എങ്കിൽ നിങ്ങളുടെ ഊർജ നിലയങ്ങൾ മുഴുവൻ ആക്രമിക്കും. ഈ 6ഓ 7ഓ പ്രസ്താവനകളെ ഒരുമിച്ച് ചേർത്ത് ഹോർമോസിനെ കുറിച്ച് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് നടത്തിയ പ്രസ്താവനകളെ ചേർത്ത് വായിച്ചാൽ ഒരു ആശയക്കുഴപ്പമുണ്ട്. അമേരിക്കൻ പ്രസിഡന്റിന്റെ മനസ്സിൽ, അമേരിക്കൻ പോളിസി മേക്കേഴ്സിന്റെ മനസ്സിൽ ഹോർമോസ് വിഷയത്തിൽ ഒരു ആശയക്കുഴപ്പമുണ്ട്. ഏത് രൂപത്തിൽ മുന്നോട്ട് പോകും എന്ന കൃത്യമായ നിശ്ചയമില്ലാത്തതുപോലെയാണ് പ്രസ്താവനകൾ വെളിയിൽ വരുന്നത്. നമുക്ക് ഈ പ്രസ്താവനകളെ മാത്രമേ ആധികാരികമായി എടുക്കാവൂ. അതിനുശേഷം ഇറാന്റെ ഭാഗത്തു നിന്ന് വന്ന പ്രസ്താവനകൾ കൂടെ നോക്കുക. ഞങ്ങൾ ഹോർമോസ് കടലിടുക്ക് അടച്ചിട്ടില്ല. അമേരിക്ക, ഇസ്രായേൽ എന്നീ ശത്രു രാജ്യങ്ങളുടെ കപ്പലുകൾക്ക് അതുവഴി കടന്നു പോകുന്ന തീർച്ചയായും നിയന്ത്രണമുള്ളൂ. മറ്റു രാജ്യങ്ങൾ തങ്ങളുടെ അനുവാദത്തോടു കൂടി കടന്നു പോകാം. അപ്പോഴാണ് പ്രക്ഷോഭം ഉന്നയിക്കുന്ന അടുത്ത വിഷയം വരുന്നത്. അനുവാദത്തോടെ എന്ന് പറയുമ്പോൾ അപേക്ഷ നൽകി അനുവാദം നൽകുന്നത് ഒരു ഫീസ്. ഇത് മാനല്ല ഹോർമോസ് എന്ന് ഓർക്കണം. 33 കിലോമീറ്റർ വീതിയുള്ള ഒരു കടൽ, സ്വാഭാവിക കടലിടുക്കാണ്. അത് ഇറാന്റെ പ്രയത്നം കൊണ്ട് നിർമ്മിച്ചെടുത്ത ഒരു കടലിടുക്കല്ല. അത് ചില ഭാഗത്ത് 50-60 കിലോമീറ്റർ വീതിയുണ്ട്, ചില ഭാഗത്ത് 33 കിലോമീറ്റർ മാത്രമാണ് വീതി. അതായത് ഇറാനിയൻ ടെറിട്ടോറിയൽ വാട്ടേഴ്സ് കൂടി ഉൾപ്പെടെ, അതായത് 20 കിലോമീറ്റർ ആണ്, അതിലുൾപ്പെടെ ജലയാനയ്ക്ക് ചിലപ്പോൾ പ്രവേശിക്കേണ്ടി വന്നേക്കാം. ഇതിനിടയിലുള്ള കൃത്യമായ അന്താരാഷ്ട്ര കപ്പൽച്ചാൽ എന്ന് പറയുന്നത് കേവലം 1.5 കിലോമീറ്റർ മാത്രം വീതിയുള്ള വളരെ നാരോ ന്യൂട്രൽ കപ്പൽച്ചാലാണുള്ളത്. അതിന്റെ മേൽ ഇറാൻ അവകാശവാദം ഉന്നയിക്കാൻ ആവില്ല എങ്കിൽ പോലും ഇറാന്റെ ഒരു മുറ്റം അല്ലെങ്കിൽ ഇറാന്റെ ഒരു പിന്നാമ്പുറം എന്ന നിലയിൽ അവിടെ പരമ്പരാഗതമായി ഇറാൻ ഒരു ശക്തി തന്നെ ആയിരുന്നു. അത് ഉപയോഗിച്ചുകൊണ്ട് തന്നെ ഗുണ്ടാപ്പിരിവ് എന്ന നിലയിൽ അതിലെ കടന്നു പോകുന്ന ജലയാനങ്ങളുടെ കയ്യിൽ നിന്നും പണം വാങ്ങുന്നു എങ്കിൽ അത് ഏത് രൂപത്തിൽ ന്യായീകരിക്കാം എന്ന് മനസ്സിലാക്കാൻ കഴിയുന്നില്ല.